ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ മരവട്ടിച്ചാല് വെള്ളച്ചാട്ടത്തിലാണ്. അപ്പോൾ നമുക്ക് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കണ്ടിട്ട് വരാം. നമ്മുടെ തൃശ്ശൂരിൽ നിന്നും 20 കിലോമീറ്റർ അകലെയാണ് മരവട്ടിച്ചാൽ വെള്ളച്ചാട്ടം. തൃശ്ശൂർ ജില്ലയിലെ പുത്തൂർ പഞ്ചായത്തിലാണ് നമ്മുടെ മരവട്ടിച്ചാൽ സ്ഥിതി ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഇലഞ്ഞിപ്പാറ വെള്ളച്ചാട്ടം കാണാനാണ് പോകുന്നത് കേട്ടോ. ഇലഞ്ഞിപ്പാറ വെള്ളച്ചാട്ടം പ്രധാന വെള്ളച്ചാട്ടം ആയതിനാൽ റിസർവ് വനത്തിനുള്ളിലാണ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. ഈ വെള്ളച്ചാട്ടത്തിലേക്കുള്ള പ്രവേശനം നിലവിൽ കേരള വനം വകുപ്പ് നിയന്ത്രിച്ചിരിക്കുന്നു. അനധികൃതമായി വെള്ളച്ചാട്ടത്തിലേക്ക് പ്രവേശിച്ചാൽ 1 മുതൽ 30 വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണ്. $500 മില്യൺ വരെ പിഴയും ലഭിച്ചേക്കാം. നഗരജീവിതത്തിൻ്റെ ശബ്ദ കോലാഹലങ്ങളിൽ നിന്നും മാറി പ്രകൃതിയാൽ ചുറ്റപ്പെട്ടു കുറച്ച് സമയം ഒറ്റയ്ക്ക് ചിലവഴിക്കാൻ പറ്റിയ സ്ഥലങ്ങളിലൊന്നാണ് നമ്മുടെ മരവട്ടിച്ചാൽ വാട്ടർഫോൾസ്. സസ്യ ജന്തുജാലങ്ങളാൽ സമ്പന്നമായ മരവട്ടിച്ചാൽ ഇടതൂർന്ന വനത്തിൻ്റെ അതിമനോഹരമായ കാഴ്ചകൾ പ്രദാനം ചെയ്യുന്നു. വേനൽക്കാലത്ത് ആനക്കൂട്ടം ഇലഞ്ഞിപ്പാറ വെള്ളച്ചാട്ടത്തിലേക്ക് വെള്ളം കുടിക്കാനായിട്ട് വരാറുണ്ട്. അതുകൊണ്ട് ആനയുടെ ആക്രമണം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി കൂട്ടമായി പോകുന്നതാണ് നമുക്ക് നല്ലത്. മരവട്ടിച്ചാൽ വെള്ളച്ചാട്ടം സന്ദർശിക്കാൻ അനുയോജ്യമായ സമയം സെപ്റ്റംബർ മുതൽ ഫെബ്രുവരി വരെയാണ് കേട്ടോ. ജൂൺ ജൂലൈ മാസങ്ങളിൽ മരവട്ടിച്ചാലിൽ നിറയെ വെള്ളമാണ്. വെള്ളം നല്ല ശക്തിയിൽ കുത്തി ഒഴുകിയിട്ടാണ് വരിക. നമ്മൾ മരവട്ടിച്ചാലിലെ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് എത്താറായിട്ടാണ്. 2 സൈഡും റബ്ബർ മരങ്ങളൊക്കെ വെച്ചിട്ട് ഇവിടെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. സൂപ്പറായിട്ടുണ്ട്, അടിപൊളി സ്ഥലം. ശരിക്കും ഇതൊരു കാടാണ് കേട്ടോ. നമ്മൾ വന്ന വഴിയും 2 സൈഡും നല്ല കാടാണ്. ചില സ്ഥലങ്ങളെത്തുമ്പോൾ ശരിക്കും നമുക്ക് പേടിയാവും. റോഡൊക്കെ സൂപ്പർ റോഡാണ് കേട്ടോ. നയനമനോഹരവും അതിസുന്ദരവുമായ നമ്മുടെ മരവട്ടിച്ചാൽ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് എത്താറായിട്ടാണ്. ഒരുപാട് റബ്ബർ മരങ്ങൾ കൊണ്ടിട്ട് ഇവിടെ കാണാൻ നല്ല ഭംഗിയാണ്. ഈ ചെറിയ തിണ്ടിൽ കൂടി നടന്നിട്ട് വേണം നമുക്ക് വെള്ളച്ചാട്ടത്തിന് അടുത്തെത്താനായിട്ട്. തിണ്ടിൽ കൂടി സൂക്ഷിച്ച് നടക്കണം കേട്ടോ, അല്ലെങ്കിൽ വീഴാൻ സാധ്യതയുണ്ട്. അയ്യോ ഫ്രണ്ട്സ്, നമുക്ക് പണി കിട്ടി. ഇവിടുത്തെ വഴി ക്ലോസ് ചെയ്തു. വിനോദസഞ്ചാരികൾ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് പോകാതിരിക്കാനായിട്ട് വൈദ്യുതി വേലി കിട്ടി വഴി അടച്ചു. വെള്ളച്ചാട്ടത്തിൻ്റെ ചെറിയൊരു ദൃശ്യം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, അത്രേ ഉള്ളൂ. നമ്മൾ ഇത്രയും ദൂരം മഴയും കൊണ്ട് ഒരുപാട് ആഗ്രഹിച്ച് വന്നതാണ് വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി മാത്രം. എല്ലാം വെറുതെ ആയിപ്പോയി ഫ്രണ്ട്സ്. ഇനി ആരും മരവട്ടിച്ചാൽ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി ഓടിച്ചാടി ഇങ്ങോട്ട് വരണ്ട. വെള്ളച്ചാട്ടം കാണാൻ പറ്റില്ല. ഇനി നമ്മളിവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ, അപ്പോൾ നമുക്ക് തിരിച്ചു പോകാം. കാണാത്തവർക്ക് വേണ്ടി മരവട്ടിച്ചാൽ വെള്ളച്ചാട്ടം കാണിച്ചു തരാമെന്ന് കരുതിയാണ് ഇന്ന് നമ്മളിങ്ങോട്ട് വന്നത്. കുറച്ച് ദിവസം കഴിയുമ്പോൾ എന്തായാലും വൈദ്യുതി വേലി തുറക്കുമ്പോൾ നമുക്ക് വീണ്ടും വരാം. റബ്ബർ കാടിന് നടുവിലൂടെ കുറച്ച് ആൾക്കാർ വരുന്നുണ്ട്. നമുക്കും പോയിട്ട് നോക്കിയിട്ട് വരാം. ഇതിലാ പോയാൽ താഴത്തെ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ എത്തുമെന്ന് തോന്നുന്നുണ്ട്. ഇതാ അവിടെ താഴെയുള്ള വെള്ളച്ചാട്ടം കാണുന്നു. ഇപ്പോഴാണ് ഒരു സമാധാനം ആയത്. അല്ലെങ്കിൽ ഇത്ര ദൂരം വന്നിട്ട് ഈ വെള്ളച്ചാട്ടമെങ്കിലും കാണാതെ പോയെങ്കിൽ അത് വലിയൊരു നഷ്ടവും സങ്കടവും ആയാണ്.
കഴിഞ്ഞു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.